ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ രസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു സിമ്പിൾ കുക്കർ രസമാണ്, കുക്കർ തക്കാളി രസം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസമാണ്. ചോറിനും എല്ലാത്തിനും തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രസമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. തക്കാളി രസത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്നെല്ലാം നോക്കാം. ഞാനിവിടെ 3 തക്കാളി ചെറിയ പീസുകളായിട്ട്, ഇടത്തരം തക്കാളിയാണ്, 3 ഇടത്തരം തക്കാളി, അതായത് ഈ പരുവത്തിലുള്ള 3 ഇടത്തരം തക്കാളി ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സവോളയുടെ, ഇടത്തരം ആയിട്ടുള്ള ഒരു സവോളയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, ഒരു 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ കുക്കർ രസമാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു രസമാണത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഈ തക്കാളിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കടുകൊക്കെ പൊട്ടി വരുന്ന നേരത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്തേക്ക് ഫ്ലെയിം തീരെ കുറച്ച് വയ്ക്കണം. കടുകൊക്കെ പൊട്ടി വരുന്ന നേരത്തേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 1 മിനിറ്റ് ഇതൊന്ന് വഴന്നു വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. സമയത്തേക്ക് ഇവിടെ എടുത്ത് വെച്ചിരുന്ന വേപ്പില ഉണ്ടായിരുന്നു, കറിവേപ്പില, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നോക്കാം. ഇതൊന്ന് വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം തക്കാളിയൊക്കെ വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ചേർത്താൽ മതി. ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ച് വയ്ക്കുക. ഇപ്പം ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം തീരെ കുറച്ചിട്ട് ഒരു 2 വിസിലും കൂടെ അടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വിസിൽ കേൾക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ച് വെക്കുക. ഈ സിമ്മിലിട്ടുകൊണ്ട് 2 വിസിലും കൂടെ അടിച്ചു കഴിഞ്ഞ് കുക്കർ ഓഫ് ചെയ്യുക. 2 വിസിലും കൂടെ അടിക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ കുക്കർ തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളിയും സവോള, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വെന്ത് നന്നായിട്ട് അലിന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായിട്ട് വന്നിട്ടുണ്ട്. ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ അവരവരുടെ കണക്കിന് ഒഴിച്ചാൽ മതി. ഇവിടെ 2 ഗ്ലാസ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ 1 ഗ്ലാസ്സാണ് ചേർത്തിരുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കാം.
പുളി ഒരേ തരുടെ കണക്കിന് ചേർക്കണം. തക്കാളി ആവശ്യത്തിന് ചേർത്തിട്ടുള്ളതുകൊണ്ട് പുളി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് ഉപ്പും പുളിയും മതിയൊന്ന് നോക്കണം. അതിനുശേഷം നമുക്കൊരു കുറച്ച് കായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. ഇവിടെ ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റായിരുന്നു. 5 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ രസം റെഡിയായിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് അറിയിക്കണം. ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്.